നല്ല മഴയാണ്, നല്ല കാലാവസ്ഥയാണ്. നമുക്കിങ്ങനെ രാവിലെ എഴുന്നേൽക്കാൻ നല്ല മടിയുമായിരിക്കും. അങ്ങനെ മടിയുള്ള ദിവസങ്ങളിൽ നമുക്കെങ്ങനെ കുറച്ചുകൂടെ ഉഷാറായിട്ട് കാര്യങ്ങളൊക്കെ നന്നായിട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളൊരു വീഡിയോ ആണ്. ഞാൻ ഷാഹിന, ബ്യൂട്ടിഫുൾ ബോഡി ആൻഡ് ജോയ്ഫുൾ മൈൻഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ആദ്യമായിട്ടും അല്ലെങ്കിൽ കിടക്കുന്ന പോലെ ചരിഞ്ഞ് കിടന്നിട്ട് കാല് ഏതെങ്കിലും ഒരു കാല് ഉയർത്തി കാലിനെ പതുക്കേനെ മുട്ടുമടക്കി കാല് പതുക്കെ ഫ്രീ ആക്കുന്നു. സാവധാനം കാലുമല്ലിങ്ങനെ കറക്കുവാണ്. മുട്ട്, കാൽപാദം, പിന്നെ വീണ്ടും കൈ സൈഡിൽ വയ്ക്കുക. അല്ലെങ്കിൽ കാല് മുട്ട അവിടെ തന്നെ വെച്ചിട്ട് കാൽപാദം രണ്ട് കാലുകളും ലോക്ക് ചെയ്ത് കാല് പതുക്കേനെ മുകളിലേക്ക് ഉയർത്തുന്നു. കാൽമുട്ട് കുറച്ച് വൈഡാക്കാൻ ശ്രമിക്കുന്നു. ഇതിനെല്ലാം ഉദ്ദേശം നമുക്ക് ഇപ്പോൾ നിലവിലുള്ള മടി മാറുക, കുറേ കൂടെ ഉഷാറായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടുള്ളൊരു എനർജി നമ്മളിൽ തന്നെയുണ്ട്. അതങ്ങ് കണ്ടെത്തുവാണ്. കാരണം നമുക്ക് പുറത്തൊരു കാര്യത്തിൽ നിന്ന് നമുക്ക് ആ ഒരു എനർജി കിട്ടത്തില്ല. നമ്മുടെ ശരീരം തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്ത് മെല്ലെ എഴുന്നേൽപ്പിച്ച് നമ്മുടെ ആക്ടിവിറ്റീസിലേക്ക് മെല്ലെ കൊണ്ടുപോവാണ്. അങ്ങനെ റൈറ്റ് സൈഡ് ചെയ്ത പോലെ ലെഫ്റ്റ് സൈഡ് ചെയ്യാൻ വേണ്ടി മെല്ലെ തിരിയാൻ ശ്രമിക്കുന്നു. നമ്മളിപ്പോൾ വീഡിയോ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മൾ തിരിഞ്ഞു കിടക്കും. നിങ്ങൾ അവിടെ നിന്ന് തന്നെ ചരിഞ്ഞു കിടന്നാൽ മതി. നമ്മൾ അടുത്ത സൈഡും ഇതുപോലെ ചെയ്യുന്നു. സാവധാനം കാൽമുട്ട് മെല്ലെ ഉയർത്തി ഒരു കാല് മുകളിലത്തെ കാൽ പതുക്കെ ഫ്രീ ആക്കുന്നു. മുട്ട് കറക്കി കാൽപാദം എല്ലാം സാവധാനം ചെയ്യുന്നു. യോഗ എന്ന് പറയുമ്പോഴത്തേക്കും വളരെ സ്ലോയിൽ ചെയ്യേണ്ട ഒരു കാര്യമാണ്. പക്ഷെ നമ്മളുടെ കാലത്തിനനുസരിച്ച് നമ്മൾ യോഗ കുറച്ചുകൂടെ ഇമ്പ്രൂവ്ഡായി എല്ലാവരും അതിൽ നിന്ന് മാറി കുറേ കൂടെ ഫാസ്റ്റായിട്ട് മാറി. പക്ഷേ മടിയാണെങ്കിൽ നമുക്ക് ഇതൊന്നും ചെയ്യാനായിട്ട് ഇനി നന്നായിട്ട് ചെയ്യുന്ന ആളുകൾ ആണെങ്കിൽ പോലും ചില ദിവസങ്ങളിൽ നമുക്ക് നമ്മുടെ ശരീരം ഒരു റിലാക്സേഷൻ ആഗ്രഹിക്കുന്നുണ്ട്. ആ ഒരു ദിവസങ്ങളിലൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു എക്സർസൈസുകളാണ്. ദെൻ വീണ്ടും കാൽമുട്ട് അവിടെ തന്നെ വെച്ചു. കാൽപാദം ലോക്ക് ചെയ്തു മെല്ലെ കാൽമുട്ട് വീണ്ടും വൈഡാക്കുന്നു. തിരിച്ചു കൊണ്ടുവരിക പല പ്രാവശ്യം. അപ്പോൾ നമ്മുടെ ഹിപ്പ്, കാൽമുട്ടുകളൊക്കെ നമുക്ക് ഫ്രീ ആക്കാൻ പറ്റുന്നുണ്ട്. സാവധാനം നമ്മൾ മെല്ലെ ഇങ്ങനെ കമന്ന് കിടക്കുവാണ്. ബെഡിലാണെങ്കിലും എവിടെയാണെങ്കിലും മെല്ലെ കമന്ന് കിടക്കാം. വീണ്ടും കൈമുട്ട് താഴെ വെച്ചിട്ട് നമ്മൾ ആ ഒരു സപ്പോർട്ടിൽ കാല് കുറച്ച് ഗ്യാപ്പിട്ട് നേരെ മുകളിലേക്ക് വരുന്നു. ശ്വാസം എടുക്കുന്നു. ശ്വാസം വിട്ട് മെല്ലെ താഴുന്നു. ഡൗൺ. വീണ്ടും ശ്വാസം എടുക്കുന്നു. ശ്വാസം വിട്ട് മെല്ലെ താഴുന്നു. പല പ്രാവശ്യം നമ്മളിങ്ങനെ നമ്മുടെ വയറ്, കാലിൻ്റെ ഹിപ്പൊക്കെ നമ്മൾ നന്നായിട്ട് ടൈറ്റ് ചെയ്യണം. മാക്സിമം നമ്മൾ പ്രസ് ചെയ്ത് കിടക്കുവാണ്. ആ കൈമുട്ടിൻ്റെ ബലത്തിൽ ശ്വാസം എടുത്ത് മെല്ലെ ഇരുന്നു. നമ്മുടെ ഷോൾഡർക്ക് റിലാക്സ് ചെയ്യുന്നുണ്ട്. കഴുത്ത്, തല. ദെൻ വീണ്ടും നമ്മൾ അവിടെ തന്നെ നിൽക്കുക. കൈ രണ്ടും മെല്ലെ ബാക്കിലേക്ക് കൊണ്ടുവരുന്നു. രണ്ടിൽ നീട്ടി കൈവെള്ളം മുകളിലേക്കാക്കി നമ്മൾ വീണ്ടും തല അല്പം ഉയർത്താൻ ശ്രമിക്കുന്നുണ്ട്. നന്നായിട്ടൊരു സ്ട്രെച്ച് കിട്ടുന്നുണ്ട്. വീണ്ടും കൈ നേരെ മാറ്റിലേക്ക് അമർത്തി വെച്ചു. നമ്മൾ വീണ്ടും കൈകൾ അല്പം ഉയർത്തി അപ്പർ ബോഡി നന്നായിട്ടൊന്ന് സ്ട്രെച്ച് ചെയ്യാൻ ശ്രമിക്കുവാണ്. ദെൻ വീണ്ടും സാവധാനം കൈകളെടുക്കുന്നു. നമ്മൾ വീണ്ടും മെല്ലെ കിടന്നു റിലാക്സ്. അവിടുന്ന് മെല്ലെ നമ്മൾ ആ ഒരു മുട്ടിൻ്റെയും കൈകളും കാൽമുട്ടിൻ്റെയും സപ്പോർട്ടിൽ മെല്ലെ എഴുന്നേറ്റ് നമ്മൾ നിൽക്കുന്നത് ടേബിൾ ടോപ്പ് പോലെ നിൽക്കാൻ ശ്രമിക്കുവാണ്. അവിടുന്ന് വീണ്ടും റൂഫിലേക്ക് നോക്കാൻ ശ്രമിക്കുന്നു. സാവധാനം കാൽമുട്ടിലേക്കോ നമ്മുടെ കാലുകളുടെ ഹിപ്പിലേക്ക് നോക്കാൻ ശ്രമിക്കുന്നു. വീണ്ടും മുകളിലേക്കും താഴേക്കും നമ്മുടെ നട്ടല് ഒന്നുകൂടെ മുകളിലേക്കും താഴേക്കും മെല്ലെ പ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നു. ഫ്രീ ആക്കാൻ ശ്രമിക്കുവാണ്. പരമാവധി കാല് മുട്ടും കൈകളുടെ അകലവും സെയിമാണ്. ടേബിൾ ടോപ്പിൽ നിന്നിട്ട് നന്നായിട്ട് നമ്മൾ നട്ടലിന് നന്നായിട്ട് സ്ട്രോങ് ആക്കുന്ന, നട്ടലിന് നല്ല റിലാക്സേഷൻ കൊടുക്കുന്നതിലൂടെ നമ്മൾ വളരെ ഫ്രീ ആകുവാണ്. നമ്മളിനി സാവധാനം അവിടെ തന്നെ നിന്നിട്ട് ആ ഒരു മിഡിൽ പാർട്ട് മെല്ലിങ്ങനെ കറക്കിയെടുക്കാൻ നമുക്ക് സാധിക്കും. സാവധാനം മെല്ലിങ്ങനെ കറങ്ങുക. അങ്ങോട്ടും ഇങ്ങോട്ട് അനങ്ങിയാലും മതി. മെല്ലിങ്ങനെ ഫ്രീ ആവുന്നു. അങ്ങനെ നമ്മൾ ആ ഒരു ഹിപ്പും നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ ജോയിൻസും എല്ലാം അനക്കുന്നു. നമ്മുടെ മസിൽസ് എല്ലാം ലൈവാക്കി എടുക്കുവാണ്. സ്ട്രെങ്തൻ ചെയ്യുന്നു. ദെൻ വീണ്ടും വലതിക്ക് മെല്ലെ താഴെ വെച്ച് തല വീണ്ടും താഴെ വയ്ക്കുക. ആ ഒരു പൊസിഷൻ മെല്ലെ കിടന്ന് ഫ്രീ ആവുന്നു. ബ്രീത്ത് ചെയ്യുന്നു. തിരിച്ചും ഇതേപോലെ തന്നെ ഇടുകയാണെങ്കിൽ ആ ഒരു ഗ്യാപ്പിലൂടെ മെല്ലെ കൊണ്ടുപോവുക. തല സാവധാനം താഴെ വയ്ക്കുന്നു. നന്നായിട്ട് ബ്രീത്ത് ചെയ്യുന്നു. ശ്വാസം എടുക്കുന്നു, വിട്ടുകൊടുക്കുന്നു, ഫ്രീ ആകുന്നു, റിലാക്സ്. സാവധാനം നമ്മൾ വീണ്ടും ആ പൊസിഷനിൽ നിന്ന് നേരെ ബാക്കിലേക്ക് നമ്മൾ ഇരിക്കാൻ ശ്രമിക്കുന്ന പോലെ നേരെ താഴേക്ക് വരിക. കൈമുട്ട് നിവർത്തി ഷോൾഡർ നല്ല പ്രസ് ചെയ്തു. നന്നായിട്ട് ശ്വാസം എടുക്കുന്നു, ശ്വാസം വിടുക, ബ്രീത്ത് ചെയ്തുകൊണ്ട് റിലാക്സ് ചെയ്യുന്നു. സാവധാനം നമ്മൾ വീണ്ടും കാൽമുട്ടുകളിലേക്ക് എത്തുന്നു. നമ്മൾ വീണ്ടും അവിടെ നിന്ന് മെല്ലെ എഴുന്നേക്കാൻ ശ്രമിക്കുന്ന പോലെ രണ്ട് കാലിൻ്റെ വിരലുകളും എല്ലാം അമർത്തി മുട്ടുമടക്കി ദെൻ വീണ്ടും മുട്ട് വീണ്ടും താഴെ വയ്ക്കുന്നു. പല പ്രാവശ്യം ശ്രമിച്ചിട്ട് ആ ഒരു കാൽമുട്ട് രണ്ടും സ്ട്രെയിറ്റ് ആക്കി തല ഉള്ളിലേക്കാക്കി നിൽക്കാൻ ശ്രമിക്കുവാണ്. വി പോലെ ചെയ്യുന്നത്. പർവ്വതാസനം ഒരു പോസ്റ്ററാണ്. എല്ലാം സാവധാനം ചെയ്തു. അവിടെ നിന്ന് വീണ്ടും നമ്മൾ നടക്കാൻ ശ്രമിക്കുന്ന പോലെ ചെറിയ സ്റ്റെപ്പ് വെച്ച് നമ്മൾ സാധാരണ നടക്കുന്ന പോലെ തന്നെ കാൽ പതുക്കേനെ ക്രോസ് ചെയ്ത് മെല്ലെ നടക്കാൻ ശ്രമിക്കുവാണ്. നടന്ന് നമ്മൾ നമ്മുടെ ആ ഒരു ശരീരത്തിന് നല്ല അയവ് കൊണ്ടുവരുന്നു. മെല്ലെ നടന്ന് സാവധാനം നടന്ന് നമ്മൾ നേരെ ഫ്രണ്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്.
നന്നായിട്ട് ഇതെല്ലാം ചെയ്യുമ്പോൾ നന്നായിട്ട് ശ്വാസം എടുക്കുന്നുണ്ട്, ശ്വാസം വിടുന്നുണ്ട്. നമ്മുടെ ഉദ്ദേശം തന്നെ നമ്മുടെ മടി വളരെ രസകരമായി മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഡെയിലി നമ്മൾ ഇങ്ങനെ ബുദ്ധിമുട്ടുള്ളവർ ഡെയിലി ചെയ്ത് പിന്നെ നമുക്ക് സാധാരണ നോർമൽ യോഗയിലേക്ക് എത്താം. അവിടെ നിന്ന് ഒരു ഫാസ്റ്റായിട്ട് മാറാം. കാരണം യോഗ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു മത്സരമല്ല, നമ്മുടെ ശരീരത്തിനോട് നീതി കാണിച്ചുകൊണ്ട് സ്വസ്ഥമായിട്ടൊന്ന് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു വ്യായാമ മുറയാണ്. കൈകൾ നല്ല ഉയർത്തി സാവധാനം നേരെ നിവർന്നു നിന്നു നമ്മൾ പോലും അറിയാതെ നമുക്ക് ശരീരത്തിന് റിലാക്സ് ചെയ്യാൻ പറ്റും. അങ്ങനെ എല്ലാവരും മടിയുള്ള ദിവസം ചെയ്ത് നോക്കുക. താങ്ക് യു.